അവയുടെ മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലർക്കാരുടെ കൊണ്ടിരുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലർക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വേണം. ഈശ്വരൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച് അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ വിവാഹങ്ങൾ സ്വീകരിക്കുവാനായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജോണി, ജിൻസി, ഇരുവരുടെയും മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വിസ്തൃതനായ ഒരു കലാകാരൻ ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒന്നിൻ്റെ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ കലാകാരൻ ഇതാ തെരുവിലിറങ്ങി ഏതാനും ചിലരോട് തൻ്റെ ആവശ്യം ഉന്നയിച്ചു. ആദ്യമായി അദ്ദേഹം കണ്ടുമുട്ടിയത് ഒരു പുരോഹിതനെയാണ്. പുരോഹിതനോട് ചോദിച്ചു, ഏറ്റവും സുന്ദരമായ എന്താണ് അങ്ങയുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, വിശ്വാസമാണ്. വിശ്വാസമാണ് ഏറ്റവും സുന്ദരമായ ആശയം. കലാകാരൻ മുന്നോട്ട് നടന്നു. ഇതാ ഒരു സൈനികനെ കണ്ടുമുട്ടി. ആ സൈനികനോട് ചോദിച്ചു, താങ്കളുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അയാൾ പറഞ്ഞു, സമാധാനമാണ്. കാരണം യുദ്ധകളത്തിലെ പീഡനങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ് അയാൾ. ആ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നും ലോക ജനത മാറി നിൽക്കും. അതുകൊണ്ട് സമാധാനമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അയാൾ വിലയിരുത്തി. പിന്നെ ഈ കലാകാരൻ കണ്ടുമുട്ടുന്നത് സുന്ദരിയായ ഒരു യുവതിയെയാണ്. അവളോട് ചോദിച്ചു, നിന്റെ വീക്ഷണത്തിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് എന്താണ്? അവൾ പറഞ്ഞു, സ്നേഹമാണ്. കാരണം സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അവൾ എൻ്റെ വീക്ഷണത്തിൽ സ്നേഹമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. കലാകാരൻ അന്വേഷണം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിൻചോമനകളെ അദ്ദേഹം കണ്ടു. വളരെയധികം വിശ്വാസ ചൈതന്യത്തോടുകൂടെ അപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കുഞ്ഞു മക്കളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഇതാ വളരെയധികം വിശ്വാസമുള്ള കണ്ണുകളെയാണ് അദ്ദേഹത്തിന് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്ക് തിരിഞ്ഞു. അവിടെ കണ്ണുകളിൽ കണ്ടത് എന്താണ്? സ്നേഹത്തിൻ്റെ ആ സ്ഫുലിംഗമാണ്. അങ്ങനെ വിശ്വാസവും സ്നേഹവും അവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും യഥാർത്ഥമായ സമാധാനവും അനുഭവിക്കുന്നതായി ആ കലാകാരൻ. അതുകൊണ്ട് ആ കലാകാരൻ ക്യാൻവാസിൽ മനോഹരമായ ഒരു വീടിൻ്റെ, ഒരു ഭവനത്തിൻ്റെ ചിത്രമാണ് വരച്ചത്. കാരണം ഭവനത്തിൽ വസിക്കുന്നവർക്ക് സമാധാനമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ ഭവനത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് എന്താണ്? അത് വിവാഹമാണ്. വിവാഹക്കാരാണ് ഒരു ഭവനം അടുത്തുയർത്തപ്പെടുക. പഴയ നമ്മുടെ ആരാധന ക്രമത്തിന് ഈ കല്യാണത്തിൻ്റെ ആദ്യത്തെ പാട്ടെന്താണ്? പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിന് ഉടുമണി അണിയുന്നു. അപ്പോൾ പുതിയ കുടുംബത്തിൻ്റെ കതിരുകൾ ഉയരുകയാണ്. ഒരു കുടുംബമുണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ വിവാഹമുണ്ടായാൽ മാത്രമേ കുടുംബം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോണിയും ജിൻസിയും വിവാഹിതരായിരുന്നു. ഞാൻ മനഃപൂർവ്വമാണ് എൻ്റെ ആരംഭത്തിൽ ഇത് പറഞ്ഞത്. വിവാഹം കൂതാശ സ്വീകരിക്കുവാനായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോണി ജിൻസി. പറയാൻ കാരണം എന്താണ്? വിവാഹം കഴിഞ്ഞ് പലരും ഒരു സാമൂഹ്യ ആചാരമായിട്ട്, ഒരു സാമൂഹ്യ ചടങ്ങായിട്ട് മാത്രം വീക്ഷിക്കുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഉപരി ഇതൊരു കൂതാശയാണ് എന്നുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടാകണം. എന്താണ്
മറ്റു മതസ്ഥരുടെ വിവാഹവും കത്തോലിക്ക വിവാഹവും തമ്മിലുള്ള വ്യത്യാസം, കാതലായ വ്യത്യാസം, നമ്മുടെ വിവാഹം ഒരു കൂതാശയാണ് എന്നുള്ളതാണ്. കൂതാശയിലൂടെ നമുക്ക് എന്താണ് പ്രത്യേകത കിട്ടുന്നത്? രണ്ട് പ്രത്യേക വരദാനങ്ങൾ ഈ കൂതാശയിലൂടെ നടത്തുന്നു. ഒന്ന്, സാങ്ക്ടിഫയിങ് ഗ്രേസ്, വിശുദ്ധീകരണ വരപ്രസാദം. രണ്ട്, സാക്രമെന്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വരപ്രസാദം. ദൈവിക ജീവനാകുന്ന വരപ്രസാദം രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ, രൂപങ്ങളിൽ നമുക്ക് കൂദാശീകരണത്തിലൂടെ ലഭിക്കുകയാണ്. നമുക്കറിയാം, സാങ്ക്ടിഫയിങ് ഗ്രേസ് നമ്മൾ വിശുദ്ധീകരിക്കുന്ന ആ വരപ്രസാദമാണ്. ദൈവിക ജീവനിൽ നമ്മൾ പങ്കാളികളായിരിക്കുന്നത്. പിന്നെ സാക്രമെന്റൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൗദാശിക വരപ്രസാദം. ഏത് കൂദാശ സ്വീകരിക്കുന്നുവോ ആ കൂദാശയുടെ കടമകൾ അന്യൂനം പാലിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് ശക്തി നൽകുന്ന, നമുക്ക് ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ വിഭാവനം നൽകുന്ന കൂദാശ വരപ്രസാദമാണ് സാക്രമെന്റൽ ഗ്രേസ് എന്ന് പറയുന്നത്, കൗദാശിക വരപ്രസാദം. അപ്പോൾ ഇന്ന് ജോണിയും ജിൻസിയും വെറൊരു കാര്യങ്ങളല്ല, വെറൊരു സാമൂഹികമായ ആചാരങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വിഭാഗം ധാരാളമായി അവരിലേക്ക് ചൊരിയപ്പെടുന്ന അമൂല്യ നിമിഷങ്ങളാണിത്. വരപ്രസാദം അത് ശുദ്ധീകരണ വരപ്രസാദം വഴി നിങ്ങളുടെ ആത്മാക്കൾ പവിത്രീകൃതമായി തീരുന്നു. പിന്നെ കൗദാശിക വരപ്രസാദം വഴി നിങ്ങൾ ഏറ്റെടുക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ കടമകൾ വളരെ വിശ്വസത്തോടെ നിർവഹിക്കുവാനുള്ള പ്രത്യേകമായ വരദാനങ്ങൾ നൽകി നിങ്ങളെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കൂദാശ സ്വീകരിക്കുവാൻ യോഗ്യതയോടുകൂടെ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കൂദാശ സ്വീകരണത്തിന് നിങ്ങൾ എത്തിയിരിക്കുന്ന അവസരത്തിൽ ഒരേ ഒരു സന്ദേശം മാത്രം ഞാൻ പ്രത്യേകമായി നൽകുകയാണ്. അത് മറ്റൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഒരു വലിയ കത്തോലിക്ക രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. എന്നാൽ അത് ഇതൊരു പ്രോട്ടസ്റ്റന്റ് രാജ്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും പ്രോട്ടസ്റ്റന്റുകാരാണ്. കത്തോലിക്കൽ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക രാജ്യമായിരുന്ന ഇംഗ്ലണ്ട് ഒരു പ്രോട്ടസ്റ്റന്റ് രാജ്യമായി തീർന്നതെന്ന് ചരിത്രം പറ്റിയിട്ടുള്ളവർക്കറിയാം. ഹെൻറിയറ്റ് രണ്ടാമൻ രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യന് സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ ആദ്യ ഭാര്യയായ ആര്യപോളിനെ ഉപേക്ഷിച്ചിട്ട്, ആദ്യ ഭാര്യയായ കാതലിനെ ഉപേക്ഷിച്ചിട്ട് കാതലിന് സഖിയായിരുന്ന ആര്യപോളിനെ കല്യാണം കഴിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അയാൾ അനുവാദത്തിന് വേണ്ടി മാർപ്പാപ്പയെ സമീപിച്ചു. മാർപ്പാപ്പ എന്താണ് മറുപടി നൽകിയത്? ഇയാൾക്ക് ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കണം, അവിടെ നിന്നും വിടുതലുണ്ടാകണം, എന്നിട്ട് വേറൊരു കല്യാണം കഴിക്കണം. വിവാഹമോചനത്തിന് പ്രതികൂലമായ മറുപടിയാണ് റോമിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. കുബിലായിരിച്ചിരുന്ന ആ ചക്രവർത്തി മാർപ്പാപ്പയുടെ അംഗീകാരം വേണ്ട, എൻ്റെ പ്രധാനമന്ത്രിയുടെ അംഗീകാരം മതി എന്ന് പറഞ്ഞ് തോമസ് മാറിനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വിവാഹത്തിന് നിങ്ങൾ സമ്മതം നൽകണം. ഒന്നാമത്തെ കത്തോലിക്കനായിരുന്ന തോമസ് പറഞ്ഞു, ഒരിക്കലും ഞാനിത് അനുവദിക്കുകയില്ല. കാരണം ദൈവം യോജിപ്പിക്കുന്ന മനുഷ്യൻ വേദനിക്കില്ല എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധത്തിൽ സത്യത്തിന്റെ വരമ്പൊരുളായ ലോകരക്ഷകനായ യേശു പഠിപ്പിച്ചു. ആ തിരുവചനത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവമാണ് നിങ്ങൾ യോജിപ്പിച്ചത്. അത് ഒരു കാരണം പറഞ്ഞ് നൽകാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ മുന്നോട്ട് നിർത്തിയില്ല. കുപ്പിനായിരിക്കുന്ന ചക്രവർത്തി ആദ്യമേ തോമസിനെ കിഴക്കേക്ക് കൊന്നു, കഴുത്തുവിട്ട് കൊന്നുകളഞ്ഞു. തന്റെ വിവാഹത്തിന് അനുമതി നൽകാത്ത പ്രധാനമന്ത്രി ഇവിടെ ജീവിക്കണ്ടായിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞത് റോമുമായിട്ട് ബന്ധം നിശ്ചയിച്ചിട്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരി മാർപ്പാപ്പയല്ല, ഞാനാണ്. സ്വയം അതിന് തലവനായി അയാൾ പ്രഖ്യാപിച്ചു തന്നെ തന്നെ. അപ്പോൾ അങ്ങനെ ആ പ്രഖ്യാപനത്തിന് ശേഷം പോപ്പിനെ അംഗീകരിക്കാതെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ ആയി തീരാൻ പൗരന്മാരെ നിർബന്ധിച്ചു. വഴങ്ങാതിരുന്നവരെ നിഷ്കരണമായ മനുഷ്യനെ കൊണ്ടുവന്നു. കൂട്ടക്കുടിയിൽ ഒരു കാലഘട്ടമായിരുന്നു. അനേകം വൈദികരും മെത്രാന്മാരും വിശ്വാസികളും ഈ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളോട് കൂടിയില്ല. തോമസ് ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു തോമസ്. ഇന്ന് തിരുസഭയിൽ വിശുദ്ധരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം വധിക്കപ്പെട്ടത്? ഒരു രാജാവിൻ്റെ അതിമോഹം, വിവാഹമോചനത്തിന് അനുവദിക്കാതിരുന്നതിൻ്റെ ഒരു പ്രതികാര നടപടി. അങ്ങനെ റോമിൽ നിന്നും അയാൾ മാറി ആ ഇംഗ്ലണ്ടിലെ ആളുകളെ ബഹുഭൂരിപക്ഷവും പുതിയ മതത്തിലെ അംഗങ്ങളാക്കി തീർത്തു.
പലവരിൽ നിന്ന് വേർതിരിഞ്ഞു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം വളച്ചെടുത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, അതിന് സമ്മതിക്കാതെ ഒരു തിരുസഭ, ആ തിരുസഭ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെയധികമായി അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറഞ്ഞു, തിരുവചനത്തിന് വിരുദ്ധമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. കർത്താവായ യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്നുള്ളത്. ജോണിയും ജിൻസിയും ഇത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. കാരണം വിവാഹമോചനത്തെ വെറും ഒരു സാധാരണ ചടങ്ങ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയായിട്ട് ഇന്ന് കാണുന്ന ആളുകളുണ്ട്. നിസ്സാര കാരണത്തിൻ്റെ പേരിൽ വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുന്നു. അതിന് സഭാ കോടതിയെയും സിവിൽ കോടതിയെയും എല്ലാം സമീപിക്കുകയാണ്, കുടുംബ കോടതിയെല്ലാം സമീപിക്കുന്നു. പക്ഷേ ഇതല്ല നമ്മളുടെ ലക്ഷ്യം. നിങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദൃഢമായ ബോധ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടെ വന്നിരിക്കുകയാണ്. കുറേ നാളത്തേക്ക് മാത്രമല്ല, ഇതാ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തിരുവചന സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന സുവിശേഷത്തിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുകയാണ്. എന്താണ് സത്യം? ഇന്നു മുതൽ മരണം വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏക മനസ്സോടുകൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ജീവിതത്തിലെ ഏത് വിപരീത സാഹചര്യങ്ങളിലും നിങ്ങൾ ഏക മനസ്സോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് കർത്താവിൻ്റെ തിരുമുമ്പാകെ നിങ്ങൾ സത്യം ചെയ്യുകയാണ്. ഈ സത്യം നിങ്ങൾ എന്നും ഓർത്തിരിക്കണം. ഇത് വെറുതെ മനുഷ്യരുടെ മുമ്പിൽ പറയുന്ന ഒരു സത്യമല്ല. യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ഈ തിരുസക്കാരിയിൽ പള്ളി കൊള്ളുന്നു. ആ കർത്താവായ യേശുവിൻ്റെ ബലി ഇവിടെ ദിവസവും അർപ്പിക്കപ്പെടുന്നു. അങ്ങനെ തിരുസക്കാരിയുടെ മുമ്പിൽ, ബലിവേദികയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രതിനിധികളായ വൈദികരുടെ മുമ്പിൽ, ദൈവജനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സാക്ഷ്യം പറയുകയാണ്, ഞങ്ങൾ മരണം വരെ വേർപിരിയാതെ ജീവിച്ചു കൊള്ളാമെന്ന്. ഈ സത്യം മറന്നു പോകരുത്. ജീവിതത്തിൽ ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്നേക്കാം. ജീവിത പങ്കാളിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും കണ്ടെന്ന് വന്നേക്കാം. അപ്പോഴെല്ലാം അകലുവാനുള്ള പ്രവണത ഉണ്ടാകും. പക്ഷെ ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു സത്യം ചെയ്തതാണ്. ആ സത്യത്തെ എനിക്ക് മറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ചിന്തയോടുകൂടെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ കഴിയട്ടെ. കർത്താവിനോട് ചോദിച്ചു, ഒരാളുടെ ഭാര്യ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയ കാര്യങ്ങൾ കൊണ്ടാണ് മോശ ചിലർക്ക് അനുമതി നൽകിയത്. എന്നാൽ ഇതല്ല. ആരംഭം മുന്നേ ദൈവം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും പുരുഷൻ തന്റെ മാതാപിതാക്കളെ ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകെ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർതിരിക്കരുത്. വളരെ വ്യക്തമാണ് ആ വാർത്ത. ദൈവം യോജിപ്പിച്ചതാണ്. ആ യോജിപ്പ് മരണം വരെ നിലനിൽക്കുകയും ചെയ്യണം. ഇതിന് വളരെയധികം ത്യാഗം ആവശ്യമാണ്. പെട്ടെന്ന് തീരുന്ന കാര്യമൊന്നുമല്ല. കാരണം ദീർഘനാളത്തെ വിവാഹ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ വിശ്വാസം കടന്നു വന്നേക്കാം, ചിലപ്പോൾ മറ്റ് പല പ്രതികൂല സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിനെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട് കർത്താവായ യേശു നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അദൃശ്യനായ നിങ്ങളെ യോജിപ്പിക്കുകയാണ്. ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്, വൈദികനല്ല. ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നു. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളോടൊത്തുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. എന്താണത്? ഈ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നൊന്നും കഴിക്കാൻ അക്കരയെത്താനും തോണിക്കാര തോണിയിലാരാണ് അമരക്കാരൻ, യേശുവാണോ പൊന്നേശുവാണോ? അക്കരയെത്താനായിട്ട് ആരും പറയുന്ന തോണിക്കാര. തോണിയിൽ ആരാണ് അമരക്കാരൻ? അമരത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം അമരക്കാരനാരാണ്. വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നവർ അവരാണ്. ഉള്ളവർക്കാർക്ക് അത്രയും പരിചയമില്ലായിരിക്കും. പക്ഷേ വള്ളത്തിൻ്റെ ചുക്കാൻ അവരുടെ കയ്യിലാണ്. ആരും തോണിയിൽ ആരാണ്? നിങ്ങളുടെ ജീവിതമാകുന്ന തോണിയിൽ അമരക്കാരൻ ആരാണ്? യേശുവാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് മറുപടി പറയുന്നു, തോണിയിൽ യേശു ഉണ്ടെങ്കിൽ അമരക്കാരനാണെങ്കിൽ കാറ്റടിച്ചാലും കോളടിച്ചാലും ലക്ഷ്യത്തിലെത്തിയിടും, തോണി അക്കരയെത്തിയും. വളരെ മനോഹരമായ ആശയങ്ങളാണ്. അമരക്കാരനായിട്ട് അമരക്കാരൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നിർണായകനായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒന്നും പേടിക്കണ്ട. കാറ്റടിക്കട്ടെ, കോളുണ്ടാകട്ടെ, തിരമാലകൾ ആരും വീശട്ടെ, പേടിക്കണ്ട. അവൻ നിങ്ങൾ സുഗമമായി വളരെ സുരക്ഷിതമായി തുറമുഖത്തെത്തി തീരത്തെത്തി അക്കരെ. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന
ഈ മനുഷ്യൻ തുഴയുന്നു. ഇതിൻ്റെ അവസാനം ദൈവത്തിലാണ് മനുഷ്യൻ. ആ സ്വർഗീയ തുറമുഖത്ത് നമ്മൾ സുരക്ഷിതരായി എത്താൻ തീർച്ചയായും കർത്താവിൻ്റെ സഹായം ഉണ്ടാകും. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും രാജാവായി വാഴട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ കേട്ട മാതാവിൻ്റെ ആ പ്രത്യേക മാർഗ്ഗം, അവനെ മനോഹരിയായ അമ്മ മക്കളുടെ കയ്യിൽ എന്തുമാത്രം ശുഷ്കാന്തിയുള്ളവളാണ്, എന്തുമാത്രം താല്പര്യമുള്ളവളാണ് എന്ന് നമുക്കറിയാം. ആരും അവളോട് ആവശ്യപ്പെട്ടില്ല. മറിയം അത് നേരത്തെ കണ്ടു, അവർക്ക് വീഞ്ഞില്ല എന്ന്. ഉടനെ അവൻ എന്ത് ചെയ്യുന്നു? മകൻ്റെ അടുക്കൽ പറയുകയാണ്, മകനെ അവരുടെ വീഞ്ഞിൽ നിന്ന് പോയി. കഥാ നിശ്ചയായി പറഞ്ഞാൽ അത് നമുക്കെന്ന് നമ്മളെല്ലാം അവരെ വിളിച്ചു വരുത്തിയത് അവർ നോക്കിക്കൊള്ളും ആ കാര്യം. പക്ഷെ മാതാവ് വിടാനല്ല പാപം. എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ കഥാവ് അമ്മയുടെ വാക്കുകൾക്കനുസരിച്ച് ഇതാ അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയാണ്. എൻ്റെ മകൻ നിങ്ങളോട് പറയുക, അവൾക്കൂടെ വേറെ പറയുന്നു. എൻ്റെ മകൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ല. മകന് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. അമ്മയുടെ ആഗ്രഹം എന്താണ് അത് അവൻ സാധിക്കാൻ തയ്യാറാവുകയാണ്. ആ കൽപ്പനകളോട് വെള്ളം കൊണ്ട് നിറയ്ക്കും. അതിനുശേഷം പരിചാരകനോട് പറഞ്ഞു അത് പോയി വെള്ളം വരും. ഒന്നാമത്തെ ഈ ഉണ്ടാക്കാൻ ഈ ഉണ്ടാക്കാൻ കർത്താവിനെ കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിച്ചതാരാണ്? പരിശുദ്ധ അമ്മയാണ്. അത് പല ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് മറന്നു കളയുകയാണ്. മാതാവിനെ തള്ളിപ്പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവിനെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിച്ച് താൻ ലോകരക്ഷകനാണെന്നും താൻ അലൗകികനാണെന്നുള്ള ആ സന്ദേശം ലോകത്തിൽ നൽകിയത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുവിനെ സംരക്ഷിക്കുന്നു. ആ കർത്താവായ യേശുവിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയിൽ നിന്നെ കൈപിടിച്ച് നടത്തട്ടെ. പുതിയ ജീവിതത്തിലേക്ക് പലമൂന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയമായ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നടത്തുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ ഇറങ്ങുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹിതരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുഗർഭത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷനായ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ നീ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ കർമ്മം ചെയ്യുവാൻ വേണ്ടി ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാഫലം സമർത്ഥമായി എന്നിൽ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി ജിൻസിയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കും. ജിൻസി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജോണിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായിട്ട് നിങ്ങൾ പരസ്പരം കരുതൽ ചേർക്കും. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിന്റെയും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ ദയാപൂർവ്വം നീ ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രത്യേകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശുദ്ധതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസതയുടെ അടയാളമാക്കി ഇടുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
ഞങ്ങളുടെ കർത്താവാദിവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശുദ്ധതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ നീ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുകരിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാനും യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കരുണ